ഗൈസ്, ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ എടുത്ത ആ ദിവസം പൊന്നൂസിൻ്റെ മനസ്സിൽ ആ ഒരു സങ്കടം നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. നമുക്കതൊന്നും അത്ര മനസ്സിലായില്ല, നമുക്ക് അത്രയും കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് നമുക്കത് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നൂട്ടി സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പം ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ. നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളുടെ മനസ്സിലത് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നീട് ആ ഒരു കാര്യം അവൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ച് ആകെ മനസ്സിലതൊരു വല്ലാതെ നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോള് കിടന്ന് ഉറങ്ങി നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എണീറ്റിട്ട് ഭയങ്കര പിച്ചുമ്പയും പറച്ചിലും അതുപോലെ തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കണ്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ ഏങ്ങിയുള്ളൊരു വർത്താനമോ കണ്ടപ്പോഴത്തേക്ക്. അപ്പം മോള് പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങളൊന്ന് കേട്ട് നോക്കുമല്ലോ. സത്യം എനിക്ക് ഈ വീഡിയോ അന്നൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല കേട്ടോ. പിന്നീട് ഞാനിത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീടുണ്ടായ മോളുടെ ഒരു അനുഭവം ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അന്നൊന്നും എനിക്ക് മനസ്സിനൊരു സങ്കടം പോലെയായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല. ഇപ്പോഴാണ് തോന്നിയത്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതാണ് മക്കളെ സഹോദര സ്നേഹം. ഇതാണ് എൻ്റെ പൊന്ന്. വീഡിയോ കണ്ടിട്ട് കരഞ്ഞ എന്തിനാ? ഞാൻ വീഡിയോ ഇട്ടിട്ട് മോനെ ഞാൻ കഴിഞ്ഞേ കേട്ടപ്പോ ഞാന് അന്നോട്ട് ഉമ്മച്ചപ്പോ മോനെ കൊണ്ട് പോയില്ല. മോള് കരയണ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന വീഡിയോ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയ ഇട്ടു എന്ന് ആരും വിചാരിക്കേണ്ട. മോൾ ആദ്യമേ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സമാധാനപ്പെടുത്തി വിഷമമെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ വീട്ടിൽ പിന്നെ എല്ലാവരെയും ഒന്ന് കാണിക്കാം, അവർ അറിയുന്നില്ലല്ലോ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഇവിടെ യൂട്യൂബിൽ ഇട്ടത് കൊണ്ട് ഇതിൻ്റെ ബാക്കി കൂടെ നിങ്ങളിലൂടെ കാണിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അതായത് മോളും അനിയനും അവക്കടെ അനിയനും തമ്മിലുള്ള ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അത് ഇവിടെ ഇടണമെന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നെ അത് നെഗറ്റീവ് ഒന്നും ആരും കാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.